റയൽ മാഡ്രിഡ് ഇന്ന് ഒസസൂണയ്ക്കെതിരെ ആദ്യത്തെ ഹാഫിൽ കളിച്ച ഒരു രീതി, രണ്ടാമത്തെ ഹാഫിൽ കളിച്ച രീതി രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കി, ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിന് ഓൾമോസ്റ്റ് 78% പൊസഷൻ ഉണ്ട്. അപ്പോൾ അവർ ഒരു പെപ് ഗോർഡിയോളയുടെ പ്രൈം ബാർസലോണ കളിച്ച രീതിയിൽ ആ ഒരു യുഹാൻ ക്രൈഫിൻ്റെ പ്രേതം കയറിയ ഒരു റയൽ മാഡ്രിഡിന് യോഹാൻ ക്രൈഫിൻ്റെ പ്രേതം കയറിയ പോലെയാണ് എനിക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പം കൂടുതൽ പൊസഷൻ കൈവശം വെക്കുക, ഒസസൂണ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. റയൽ മാഡ്രിഡ് കളിക്കുന്നത് ഫുള്ള് ഒസസൂണയുടെ ഫൈനൽ തേർഡിൽ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പേരിന് മാത്രം അറ്റാക്കിംഗ് ചാൻസ്, പേരിനും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറ്റാക്കിംഗ് ചാൻസ് എന്ന് പറയുന്ന സാധനമില്ല. അവിടെ നമ്മൾ കോർത്തുവായ നോക്കിയാൽ കോർത്തുവായ്ക്ക് ഒരു പായൊക്കെ ഇട്ട് കൊടുത്താൽ പുള്ളി അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പുള്ളിക്ക്. അപ്പോൾ ആ രീതിയിൽ അറ്റാക്ക് എന്ന് പറയുന്ന ഒസസൂണയുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. ഇപ്പം സ്ട്രക്ചർ, ഇപ്പം റയൽ മാഡ്രിഡിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2-3-5 എന്നൊക്കെ പറയാവുന്ന സ്ട്രക്ചറിലായിരുന്നു. അപ്പം ബാക്കിൽ 2 ഡിഫൻഡേഴ്സ്, ഹ്യൂസൺ, അതുപോലെ തന്നെ മിലിറ്റാവോ, തൊട്ട് ഫ്രണ്ടിൽ ചോമനിയുടെ ഇപ്പുറത്തുമായിട്ട് ഒരു സൈഡിൽ ഇപ്പോൾ കരയാസ്, അപ്പുറത്തെ സൈഡിൽ ട്രെൻഡ്. ഇപ്പോൾ കരയാസിൻ്റെ പൊസിഷൻസ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഈ പൊസിഷണൽ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ ചാബി അലോൺസോയുടെ പൊസിഷണൽ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് കരയാസ് ചിലപ്പം മുന്നോട്ട് പോകാം, ഫെഡെ അവിടെ വരാം, അല്ലെങ്കിൽ ആർദ ഗുള്ളർ വരാം. അപ്പോൾ ആ രീതിയിൽ അവിടെ ഇങ്ങനെ റൊട്ടേഷൻ നടന്നുകൊണ്ടിരുന്നു. പിന്നെ നോക്കിയാൽ ഫ്രണ്ട് 5 വിനീഷ്യസ്, അതുപോലെ തന്നെ എംബാപ്പെ, ആർദ ഗുള്ളർ, ഫെഡെ വാൽവേർഡെ, അതുപോലെ തന്നെ ബ്രയൻ ഡിയാസ്. അപ്പോൾ ഈ രീതിയിലായിരുന്നു ആ ഫസ്റ്റ് ഹാഫിൽ അവരുടെ സ്ട്രക്ചറലി ഉള്ള അവരുടെ സെറ്റപ്പ്. അപ്പോൾ സ്ട്രക്ചറലി ഇങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു പൊസിഷണൽ റൊട്ടേഷൻ, അത് വിനീഷ്യസും എംബാപ്പയും തമ്മിൽ, അല്ലെങ്കിൽ എംബാപ്പയും ബ്രയൻ ഡിയാസും തമ്മിൽ, ആർദ ഗുള്ളറും ഫെഡയും തമ്മിൽ, അപ്പോൾ ഈ രീതിയിൽ ഉള്ള ആ ഒരു റൊട്ടേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു, പ്ലെയേഴ്സിൻ്റെ റൊട്ടേഷൻ. പക്ഷേ സ്ട്രക്ചറിലൊന്നും മാറ്റമില്ല. ആ ഒരു ഫ്രീഡം, പൊസിഷണലി ഉള്ള ആ ഒരു ഫ്രീഡം ശരിക്കും അലോൺസോയുടെ സിസ്റ്റത്തിൽ പുള്ളി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഗെയിമിൻ്റെ ആ ഒരു ഒഴുക്കിനനുസരിച്ച് അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി അവർക്ക് കാണിക്കാൻ വേണ്ടി അവർക്ക് അവരുടെ പൊസിഷൻ വിട്ടിട്ട് വേറൊരു പൊസിഷനിലോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ പ്ലെയർ ഇവൻ്റെ പൊസിഷൻ കവർ ചെയ്ത് ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു രീതി, പൊസിഷണൽ റൊട്ടേഷൻ്റെ ആ ഒരു പരിപാടി എന്താണെങ്കിലും അലോൺസോയുടെ ടീമിലുണ്ട്. അത് നമുക്ക് ഈ റയൽ മാഡ്രിഡ് ടീമിനെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ശരിക്കും റയലിൻ്റെ ഇപ്പോൾ റയൽ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, 2-3 സ്റ്റൈലുണ്ട്, പാറ്റേൺസ് ഉണ്ട്. അപ്പം പാറ്റേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റയൽ ലെഫ്റ്റ് സൈഡാണ് കൂടുതലും റയൽ ഓവർലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ലെഫ്റ്റ് സൈഡിൽ വിനീഷ്യസ്, ഈ അൽവാരോ കരയാസ്, ആർദ ഗുള്ളർ, അല്ലെങ്കിൽ യൂസർ, ഇപ്പം ഇവരൊക്കെ ആ ഒരു ഓവർലോഡ് ലെഫ്റ്റ് സൈഡിൽ നടത്തും. ലെഫ്റ്റ് സൈഡിൽ ഇവർ ഓവർലോഡ് നടത്തി ഷോർട്ട് പാസസ് ഒക്കെ കളിച്ച് ആ ഒരു പയ്യെ പാസസ് കളിക്കും. പെട്ടെന്ന് ആ ഒരു അണ്ടർലാപ്പിംഗ് റൺസ് ആരെങ്കിലും ഒരാൾ നടത്തും. വിനീഷ്യസ് ആയിരിക്കാം, ചിലപ്പം കരയാസ് ആയിരിക്കാം, ചിലപ്പം ആർദ ഗുള്ളർ ആയിരിക്കാം, ഫെഡെ ആയിരിക്കാം. അപ്പോൾ ആ ഒരു അണ്ടർലാപ്പിംഗ് റൺസ് പെട്ടെന്ന് നടത്തുമ്പോഴത്തേനും അണ്ടർലാപ്പിംഗ് റൺസിനെ ഫൈൻഡ് ചെയ്യും. ആരെങ്കിലും ഒരാൾ ആ ഒരു റണ്ണിനെ ഫൈൻഡ് ചെയ്യുന്നു. അവിടുന്ന് അവർ ബോളുമായിട്ട് മുന്നോട്ട് പോയി കട്ട് ബാക്ക് കൊടുത്ത് ആ ഒരു ഗോളിന് മുന്നിൽ, ആ ഒരു സോൺ 14 ഏരിയയിൽ, ഗോളിന് തൊട്ട് ഫ്രണ്ടിലുള്ള ആ ഒരു ഏരിയയിലേക്ക് പന്ത് എത്തിക്കുക, അവിടുന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഒരു സ്റ്റൈൽ, ഒരു പാറ്റേൺ ഇതായിരുന്നു. പിന്നെ നിങ്ങൾ നോക്കിയാൽ ആ ഒരു, ഇപ്പോൾ നമ്മൾ ഓവർലോഡ്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രമേ ഓവർലോഡ് കൂടുതലും, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഹാഫ് നോക്കിയാൽ കൂടുതൽ ഓവർലോഡ്സും ലെഫ്റ്റ് സൈഡിലാണ്. ഇപ്പം റയലിൻ്റെ ലെഫ്റ്റ് വിങ്ങിലാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഓവർലോഡ് നടക്കും. എന്നിട്ട് പെട്ടെന്ന് സ്വിച്ചസ്, ആഞ്ചലോട്ടിയുടെ ഫുട്ബോൾ നമ്മൾ കണ്ടിട്ടുള്ള പോലെ സ്വിച്ചസ്, ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ട് റൈറ്റ് സൈഡിലോട്ട് സ്വിച്ച് നടത്തും. അവിടെ ബ്രയൻ ഡിയാസ് ഉണ്ട്. അപ്പോൾ അവനെ ഫൈൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ചില സമയങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയാൽ ക്രോസസ്, ബോക്സിൻ്റെ ഉള്ളിലോട്ടുള്ള ക്രോസസ്, അത് അൽവാരോ കരയാസ് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ ആ ഒരു വിഡ്ത്ത് ഹോൾഡ് ചെയ്ത് അവിടുന്ന് ബോക്സിലോട്ട് ക്രോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ ഹ്യൂസൻ്റെ ലോങ് ബോൾസ്, മിലിറ്റാവോയുടെ ലോങ് ബോൾസ്, ട്രെൻഡിൻ്റെ വക ക്രോസസ്, ഫാർ പോസ്റ്റിലോട്ടുള്ള ക്രോസസ്. അപ്പോൾ പിന്നെ ആർദ ഗുള്ളറിൻ്റെ ക്രോസസ് അല്ലെങ്കിൽ ലോങ് ബോൾസ്. അപ്പോൾ ആ രീതിയിലും ആ രീതിയിലും റയൽ ക്രോസസ് വഴിയും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ക്രോസസ് വഴി അറ്റാക്ക് ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്രോസസിനെ ഏരിയയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഫോർവേഡ്സ് റയൽ മാഡ്രിഡിന് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഏരിയൽ എബിലിറ്റി, ആ ഒരു ബോക്സിനുള്ളിൽ ആ ഒരു ഏരിയൽ എബിലിറ്റി കാണിക്കാൻ പറ്റുന്ന കളിക്കാരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിനീഷ്യസോ എംബാപ്പയോ അല്ലെങ്കിൽ ആർദ ഗുള്ളറോ ഒന്നും, അല്ലെങ്കിൽ ഫെഡെ വാൽവേർഡെ, ബ്രയൻ ഡിയാസ്, ഇവരൊന്നും ആ ഏരിയലി അത്രയും സൗണ്ട്, ആ ഒരു ക്രോസസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ് അല്ല. അപ്പോൾ അങ്ങനെ ക്രോസസ് കൊടുക്കുന്നത് വേസ്റ്റായി പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് പുറകിൽ ബാക്കിൽ നിന്ന് ഓടി വന്ന് ഡീൻ ഹ്യൂസൺ ഓടി വന്ന് ക്രോസസിനെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത് കണ്ടു. അപ്പം
അതൊരു കുറവാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച്. അവർ ഇന്ന് 8 ക്രോസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം 40% അക്രോസിയൊക്കെ 8 ക്രോസസോളം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ക്രോസ് വഴിയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ, ഏരിയയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സും ആ ബോക്സിനുള്ളിൽ വേണം. പിന്നെ നോക്കിയാൽ ബോക്സിൻ്റെ പുറത്ത് നിന്നുള്ള ഷോട്ട്സ്, അത് ഹ്യൂസൺ ആയാലും എഡർ മിലിറ്റാവോ ആയാലും ആർദ ഗുളർ ആയാലും ഇവരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ലോങ് ഷോട്ട്, ലോങ് വോളീസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ രീതിയിലാണ് ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പാറ്റേൺസ്, ഈ രീതിയിലുള്ള പാറ്റേൺസ് വഴിയാണ് ഇവർ കൂടുതലും ഒസസോണെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്ത ചാൻസസിൻ്റെ കാര്യം നോക്കിയാൽ റയൽ മാഡ്രിഡ് അത്ര നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ചാൻസസ് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ക്ലിയർ കട്ട് ചാൻസസ് ഇല്ല. അത് അവരുടെ XG നോക്കിയാലും അറിയാം, 0.36 XG ഫസ്റ്റ് ഹാഫിൽ റയൽ മാഡ്രിഡിനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഡീപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒസസോണയ്ക്ക് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു റയൽ മാഡ്രിഡിന് ആ സമയത്ത്. അവർ ഇത്രയും ചാൻസസ് ക്രിയേറ്റ് ചെയ്തെങ്കിലും ഡിഫെൻഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു. അപ്പോൾ റയൽ മാഡ്രിഡ് ടീമിൽ ഞാൻ എന്നും റയൽ മാഡ്രിഡിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോൾ പറയാറുള്ള കാര്യം, റയൽ മാഡ്രിഡ് ആ ഒരു ബോക്സിൽ ഒരു ടാർഗറ്റ് മാൻ അല്ലെങ്കിൽ ഒരു പ്രസൻസിൻ്റെ ഒരു കുറവ് എപ്പോഴും റയൽ മാഡ്രിഡിനുണ്ട്. എംബാപ്പെ സൈൻ ചെയ്തപ്പോൾ ഞാൻ കയ്യെ കാലെ പിടിച്ച് ഞാൻ ഇവിടെ കിടന്ന് കാറി നിലവിളിച്ചിട്ടുണ്ട്. സൈൻ ചെയ്യേണ്ട, നിങ്ങൾ എർലിംഗ് ഹാലൻഡിനെയാണ് നിങ്ങൾക്ക് വേണ്ടത്. സിൻസ് എംബാപ്പെ ഈസ് ഹിയർ, നമുക്കിനിയിപ്പോൾ എംബാപ്പെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് വിനീഷ്യസ് ജൂനിയറിനെ വിൽക്കാൻ പറ്റുകയാണെങ്കിൽ വിൽക്കുക. ഇതൊരു അൺപോപ്പുലർ ആയിട്ടുള്ള ഒപ്പീനിയൻ ആണെന്ന് എനിക്കറിയാം. റയൽ മാഡ്രിഡ് ഫാൻസ് ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കും, എന്തിനാണ് വിനീഷ്യസിനെ വിൽക്കുന്നത്, റോഡ്രിഗോയെ വിൽക്കുന്നതിനേക്കാളും വിനീഷ്യസിനെ വിൽക്കുന്നതായിരിക്കും കുറച്ചും നല്ലത്. എനിക്ക് തോന്നുന്നു റോഡ്രിഗോ കുറേ കൂടെ സെൽഫ്ലെസ് ആണ്. അവനിപ്പം സെക്കൻഡ് ഫിഡിലായിട്ട് കളിക്കാനൊക്കെ തയ്യാറാണ്. വിനീഷ്യസിനോട് നിങ്ങൾ പോയിട്ട് എംബാപ്പയുടെ സെക്കൻഡ് ഫിഡിലായിട്ട് കളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വിനീഷ്യസിന്. പിന്നെ അവിടെ ഉടക്കും പ്രശ്നങ്ങളൊക്കെ വരും. ഇവനാണെങ്കിൽ ലെഫ്റ്റിലോ റൈറ്റിലോ, റോഡ്രിഗോ ആണെങ്കിൽ ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെ വേണേൽ കളിക്കാൻ തയ്യാറാണ്. സെക്കൻഡ് ഫിഡിലോ ഒന്നും പ്രശ്നമല്ല. അവന് ഗെയിം ടൈം കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് 11 ഒന്നും ഇറങ്ങണമെന്നുള്ള ആ ഒരു വാശിയൊന്നുമില്ല. ഇപ്പം വിനീഷ്യസിനെ വിൽക്കുകയാണ്, നല്ല കാശും കിട്ടും. നേരെ ചെല്ലുക, മാൻ സിറ്റിയുടെ എടുക്കുക, കാശ് കൊടുക്കുക, എർലിംഗ് ഹാലൻഡിനെ മേടിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നിങ്ങളുടെ ഫ്രണ്ട് 3 എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഫിഫ കരിയർ മോഡ് ഫ്രണ്ട് 3 ആയി മാറും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു റയലിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എർലിംഗ് ഹാലൻഡ് പോണക്കത്തെ ഒരു സ്ട്രൈക്കർ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു കൺട്രോളും കാര്യങ്ങളും കൊണ്ട് പൊസഷൻ ഡോമിനൻ്റ് ആണ്. എന്നാ പറയുന്നത്, ഡിഫെൻസീവ്ലി യാതൊരു ത്രെട്ടും ഇല്ല. ആ രീതിയിൽ ഗെയിം കൺട്രോൾ ചെയ്ത് മാക്സിമം പൊസിഷനൊക്കെ കീപ്പ് ചെയ്ത് ചാൻസസ് ക്രിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒസസോണ ഡിഫൻസിനെ കീറി മുറിക്കാനോ അവർക്കെതിരെ നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല എന്ന് ചാബി അലോൺസോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പൂഴിക്കടകൻ ആ ഒരു ഗെയിം ബി അല്ലെങ്കിൽ പ്ലാൻ ബി എന്ന് പറയുന്ന സാധനം മുന്നിലോട്ട് വെച്ചു. റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, കൂടുതൽ പൊസിഷനൊന്നും വെക്കണ്ട, അമ്മാരും കളിക്കട്ടെ, അമ്മാരും അവിടെ കളിക്കാൻ വേണ്ടി വന്നാണല്ലോ, അമ്മാരും കൂടെ ബോൾ പൊസിഷൻ അമ്മാർക്ക് കൊടുക്കുക, നോക്കട്ടെ അമ്മാരെന്നാ കാണിക്കുന്നത്. അപ്പം അങ്ങനെ അവർക്ക് ബോൾ പൊസിഷൻ കൊടുത്ത് പിച്ച് കുറേ കൂടെ സ്ട്രെച്ചായ സമയത്ത് കുറേ കൂടെ സ്ട്രെച്ചായി എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ സ്പേസസ് ക്രിയേറ്റ് ആകാൻ വേണ്ടി തുടങ്ങി. അപ്പം അങ്ങനെ സ്പേസസ് വന്നപ്പോഴത്തേനുമാണ് നമുക്കറിയാം ഈ സ്പേസസ് എന്ന് പറയുന്ന സാധനം എംബാപ്പെ വിനീഷ്യസ് ഒക്കെ കാണുമ്പോഴത്തേനും അവർക്ക് ആക്രാന്തം തോന്നും. അല്ലെങ്കിൽ അവർ അങ്ങനത്തെ സംഭവം കണ്ടു കഴിഞ്ഞാൽ അവർ അതിൽ ചാടി വീഴുന്ന പുലികളാണ്. ശരിക്കും ആ സ്പേസസിലെ പുലികളാണ്. ടൈറ്റർ സ്പേസസ് അല്ല, വൈഡർ സ്പേസസ്, മുന്നോട്ട് റൺ ചെയ്യാനല്ല, അവർക്ക് ആ ഒരു ടേക്ക് ഓൺസ് ഒക്കെ നടത്തി മുന്നോട്ട് റൺ ചെയ്യാനുള്ള സ്പേസസ് കണ്ടാൽ പിന്നെ അവർക്ക് ഭ്രാന്താണ്, വിനീഷ്യസിനായാലും എംബാപ്പയ്ക്കൊക്കെ ആണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഗെയിം കൗണ്ടർ അറ്റാക്കിംഗ് പരിപാടിയിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള ഒരു തീരുമാനം അലോൺസോ എടുത്തു. അപ്പോൾ അതുവഴിയാണ് ശരിക്കും എംബാപ്പയ്ക്ക് ആ ഒരു സ്പേസ് കിട്ടി. എംബാപ്പെ റൺസ് നടത്തി മുന്നോട്ട് പോയി ബോക്സിൽ അവനെ ഫൗൾ ചെയ്താണ് പെനാൽറ്റി കിട്ടി റയലിന് ആ ഒരു ഗോള് എംബാപ്പെ സ്കോർ ചെയ്യുന്നത്, പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്തത്. അപ്പോൾ ആ ഒരു ചേഞ്ച്, ആ ഒരു ടാക്ടിക്സിലുള്ള ആ ഒരു ചേഞ്ച്, അവരുടെ ആ ഒരു പൊസഷൻ ബേസ്ഡ് കൺട്രോൾഡ് പരിപാടിയിൽ നിന്ന് കൗണ്ടർ അറ്റാക്കിംഗ് പരിപാടിയിലേക്ക് മാറിയപ്പോഴത്തേനുമാണ് റയലിൻ്റെ തനി സ്വഭാവം കാണിച്ചതും നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡ് ഒരു സൈഡിൽ, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അവർ ആ ഒരു പിച്ചിൻ്റെ വിഡ്ത്തൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, അൽവാരോ കരയാസിനെയൊക്കെ വെച്ചിട്ട് പിച്ചിൻ്റെ വിഡ്ത്തൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ട്രെൻഡിനെ വെച്ചുകൊണ്ട്, ട്രെൻഡിന് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല, മുന്നോട്ട് പുഷ് ചെയ്ത് പോകാനുള്ള ഫ്രീഡം കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഡിഫെൻസീവിലുള്ള ആ ഒരു വൾണറബിലിറ്റി കാരണമായിരിക്കാം. അപ്പുറത്ത് അൽവാരോ കരേരാസ് എന്ന് പറഞ്ഞാൽ അവന് ആ ഒരു ബാക്ക് ട്രാക്ക് ചെയ്യാനുള്ള ആ ഒരു സംഭവമുണ്ട്. അവനൊരു എന്നാ പറയുന്നത്,
ബാക്ക് ആൻഡ് ഫോർത്ത് ആ ഒരു റൺസ് മേക്ക് ചെയ്യാനും റിക്കവറി പേസും കാര്യങ്ങളും ഒക്കെയാണ്. അവൻ തിരിച്ചു പോയി ഡിഫെൻഡ് ചെയ്തോളും അത്രയും മുന്നോട്ട് പോയാലും. അപ്പം ട്രെൻഡിന് ആ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ട്രെൻഡിനെ ഒത്തിരി മുന്നോട്ട് പുഷ് ചെയ്യാത്തതും. പിന്നെ നമ്മൾ ട്രെൻഡ് ലിവർപൂളിൽ കളിച്ച രീതി നോക്കിയാലും പുള്ളി ഇൻവേർട്ടഡ് ആയിട്ട് മിഡ്ഫീൽഡിൽ വന്ന് അവിടെ നിന്ന് ഗെയിം റൺ ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ ഒരു ഹാഫ് വേ ലൈനിൻ്റെ അവിടെയൊക്കെ വിട്ട് ഹോൾഡ് ചെയ്ത് അവിടെ നിന്നുകൊണ്ട് ക്രോസ് കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടിയാണ്. അല്ലെങ്കിൽ സലാഡ റൺസിനെ വെർട്ടിക്കലി ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാർ പോസ്റ്റിനെ ലക്ഷ്യമാക്കി ക്രോസുകൾ കൊടുക്കാനൊക്കെയാണ് ട്രെൻഡ് കൂടുതൽ അങ്ങനത്തെ ഒരു ഗെയിമാണ് ട്രെൻഡ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ വിട്ട് ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വിട്ട് ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട്, രണ്ട് സൈഡിൽ നിന്ന് വിട്ട് ഹോൾഡ് ചെയ്യാത്തതുകൊണ്ട് അവരുടെ ഡിഫൻസിനെ കുറേ കൂടെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡിന്. അപ്പം ട്രെൻഡിന് ആ ഒരു ഫ്രീഡം കൊടുക്കുക, മുന്നോട്ട് പോകാനുള്ള ഫ്രീഡം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാർവഹാലിനെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു മാർഗം. ഈ ഒരു പൊസഷൻ ഡോമിനൻ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും വിട്ട് ഹോൾഡ് ചെയ്യാനും അവരുടെ ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു പരിപാടിയും കൂടെ റയൽ നടത്തണം എന്ന് എനിക്ക് മത്സരം കണ്ടപ്പം എനിക്ക് തോന്നി. പിന്നെ 67ാമത്തെ മിനിറ്റിൽ നിങ്ങൾ റയൽ മാഡ്രിഡ് ഫാൻസൊക്കെ എന്നാ പറയുന്നത്, ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ആ ഒരു ഫ്രാങ്കോ മസ്താന്തുവാനോടെ ഡെബ്യൂ മാച്ച്. ശരിക്കും ഫ്രാങ്കോ മസ്താന്തുവാനോ 67ാമത്തെ മാച്ച് മുതൽ 90 ആ ഒരു ഫുൾ മാച്ച് ആ ഒരു അത്ര സമയം കളിച്ച സമയം കൊണ്ട് പുള്ളി ശരിക്കും ബ്രയൻ ഡിയാസിനേക്കാളും ഇമ്പ്രസീവ് ആയിരുന്നു. അത്രയും മിനിറ്റ് കിട്ടിയ സമയം കൊണ്ട്. ആ ഒരു ഡെബ്യൂ മാച്ചിൽ എപ്പോഴും നിങ്ങൾ അവനെ ശ്രദ്ധിച്ചോ, അവൻ എപ്പോഴും ബോൾ ചോദിക്കും, അവൻ എപ്പോഴും ബോൾ ചോദിക്കും, താടാ ബോൾ താടാ, ആ രീതിയിൽ ബോൾ ചോദിക്കുന്നുണ്ട്. ഓൺ ദ ബോൾ എപ്പോഴും ആയിരിക്കാനുള്ളൊരു ശ്രമം പുള്ളി മനഃപൂർവ്വം അത് നടത്തുന്നുണ്ട്. പുള്ളി ചില സമയങ്ങളിൽ പുള്ളി ബോളൊക്കെ റിസീവ് ചെയ്ത് ബാക്ക് ടു ഗോൾ ബോൾ റിസീവ് ചെയ്യുന്നു. അവൻ്റെ പുറകിൽ പ്രഷറുണ്ട്. അവൻ ക്വിക്ക് ടേൺസ് വിത്ത് ദ ബോൾ, ആ ഒരു സ്കില്ലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടേൺ ചെയ്ത് പ്രസറിനെ അല്ല അവൻ്റെ മാർക്കറിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്കില്ലൊക്കെ കണ്ടു. അപ്പം ആ സ്കില്ല് മാത്രമല്ല, ഫൈനൽ തേർഡിൽ ലിങ്കപ്പ്, ജോൺ ഗാർസിയ ആയിട്ടുള്ള ലിങ്കപ്പും കാര്യങ്ങളും കണ്ടു. അവനൊരു ഷോട്ടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടാണ്. അവൻ ഭയങ്കര പൊട്ടൻഷ്യലുള്ള കളിക്കാരനാണ്. അവൻ ആ ഒരു എന്നാ പറയുന്നത്, റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീമിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു പേടിയും കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ധൈര്യമായിട്ട് ഭയങ്കര കൂളായിട്ട് തന്നെ ആ 18 വയസ്സുള്ള ചെക്കൻ ഇന്ന് ആ കളിച്ച അത്രയും മിനിറ്റ് കളിച്ചത്. ഞാൻ ഓർത്തിരുന്നു അവനൊരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടുതൽ കൊടുക്കത്തില്ലെന്ന് ഓർത്തത്. അപ്പം ഇവൻ ട്രെയിനിങ്ങിൽ അത്രയും, അല്ലെങ്കിൽ ഇവൻ്റെ കഴിവ് കണ്ടിട്ട് തന്നെ, ട്രെയിനിങ്ങിലൊക്കെ അവൻ്റെ കഴിവ് കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഇവ എത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഇവനെ എന്തുകൊണ്ട് ഇറക്കിക്കൂടാ എന്ന് ചാവിക്ക് തോന്നിക്കാണും. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു പ്രോസ്പെക്റ്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു മാച്ച് കൊണ്ട് നമ്മൾ തള്ളി മറിച്ച് അവനെ കുളവാക്കുന്നൊന്നുമില്ല, അവനെ ആകെപ്പാടെ. പക്ഷേ നമ്മൾ കാണുന്ന കാര്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം പെട്ടെന്ന് കാണുമ്പം അത് അപ്രീഷിയേറ്റ് ചെയ്യണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു മാച്ചിനെ പറ്റി എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചന്നമിന്നം കമൻസായിട്ട് ഇടുക.